ഇതിന്റെ പ്രതിത്വം എനിക്ക് വേണ്ട, പക്ഷെ നിങ്ങൾക്കും വേണ്ട. നമ്മുടെ ഈ CPT ഇന്ന് പാപ്പാടോട്ട് പോകുന്ന റോഡാണ്. 14 വർഷമായിട്ട് ടാറിങ് ഇല്ലാതെ വളരെ ശോചനീയാവസ്ഥയിൽ കിടന്ന റോഡ് ഇലക്ഷന്റെ തലേ ദിവസം ടാർ ചെയ്ത റോഡ്. ജനങ്ങൾ അത്രയും പ്രതിഷേധം ഉണ്ടായിട്ടും ഇലക്ഷന്റെ ഈ കോർപ്പറേഷൻ ഇലക്ഷന്റെ തലേ ദിവസം ചെയ്ത റോഡാണ്. DC റോഡാണെന്നാണ് പറയുന്നത്. ഇത് 95 ലക്ഷം രൂപയുടെ നടക്കുന്ന CPT പാപ്പാട് റോഡ് 95 ലക്ഷം രൂപ അനുവദിച്ച് DC നിലവാരത്തിൽ പണി പൂർത്തിയാക്കി യാത്ര യോഗ്യമാക്കിയ റോഡ്. സഖാവ് VK പ്രശാന്ത് MLA-ക്കും P രമയ്ക്കും വിക്രമനും അഭിനന്ദനങ്ങൾ. എന്നിട്ട് നമ്മൾ പുതിയ കൗൺസിലർ ആരോമിന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അടിസ്ഥാനത്തിൽ പുറത്താണ് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട MLA-യുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചു. കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇത് കോർപ്പറേഷന്റെ ഓൺ ഫണ്ടായിട്ട് കിട്ടിയ ഫണ്ടിൽ നിന്നാണ് ഈ റോഡ് അനുവദിച്ചെന്ന് അറിഞ്ഞു. അത് GST പോയിട്ട് 80,80,374 രൂപ 12 പൈസക്കാണ് ഈ ഫണ്ട് GST പോയിട്ടുള്ളത്. അത് GST 15% പോയിട്ട് ഈ ഫണ്ടിനാണ് ഈ റോഡ് അനുവദിക്കുന്നത്. അത് കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നാണ് ഇത് MLA റോഡാണെന്ന് പറഞ്ഞ് MLA ഈ ടാർ പൂർത്തിയാക്കിയതിന്റെ പിറ്റേ ദിവസം ഇലക്ഷൻ തൊട്ട് മുമ്പ് അദ്ദേഹം ഓരോ വീടിന്റെ ഫ്രണ്ടിൽ റോഡ് ഉദ്ഘാടനം നടത്തിയത്. ഈ റോഡ് കുറച്ച് ഭാഗം കോൺക്രീറ്റ് വിഭാഗമായിട്ടുണ്ട്. ആ കോൺക്രീറ്റ് സ്ഥലത്ത് നമുക്ക് പോവാം. അതിനാണ് യഥാർത്ഥത്തിൽ പറയാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ. ഈ റോഡ് ഇവിടം വരെ ടാറിയാണ്, BC റോഡാണ്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് 6 ഇഞ്ച് കോൺക്രീറ്റ് ആണ് വരുന്നത്. ഈ കോൺക്രീറ്റ് ഇടാൻ വേണ്ടി നമുക്ക് ഇലക്ഷന്റെ തലേ ദിവസം ആയപ്പോൾ നമുക്ക് ഇടാൻ വരാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല. അപ്പം അവര് ആ തലേ ദിവസം രാത്രി BC റോഡെന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസ്ഥ പറഞ്ഞു വളരെ മോശമായിട്ടാണ് ആ BC റോഡ് ഉണ്ട്. ആ BC റോഡിനെ നമുക്കൊന്നും ഇടാൻ പറ്റില്ല. കാരണം ഇലക്ഷന്റെ തലേ ദിവസമാണ് നമുക്കതിന് ഉത്തരവാദിത്തമില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥി വിജയിച്ചതിന് ശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 2 വെള്ളിയാഴ്ചക്ക് മുമ്പ് ഇവർ വന്ന് രാത്രി 7 മണിക്ക് കോൺക്രീറ്റ് രാത്രി ഇടാൻ വന്നത്. ഈ റോഡ് 6 ഇഞ്ച് കനമുള്ള 6 ഇഞ്ച് കനത്തിനാണ് ചേട്ടാ ഒരു മിനിറ്റ് 6 ഇഞ്ച് കനത്തിനാണ് ഈ റോഡ് കോൺക്രീറ്റ് വേണ്ടത്. ഈ ഇടേണ്ട കോൺക്രീറ്റ് 1.5 ഇഞ്ച് മെറ്റീരിയൽ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ രാത്രിയിൽ 17ഓളം വണ്ടികൾ മിക്സർ വണ്ടി, അതായത് കോൺക്രീറ്റ് വണ്ടികളും കൊണ്ടിട്ട് മണ്ണ് മാറ്റാതെയും കരിയില മാറ്റാതെയും രാത്രി ഇടാനുള്ള അവസരം കൊടുത്തോണ്ടാണ്. ഈ രാത്രിയെ കൊണ്ട് ചെയ്യുമ്പോൾ ഉടാക്ക് കൊണ്ടിട്ട് നടക്കില്ല. ഒന്നീ നിർത്തി വെക്കണം. ഇത്രയും സാധനം നിന്ന് നഷ്ടം പറയാൻ നിർത്തി വെക്കാൻ വേണം. അല്ലെങ്കിൽ ഉടനടി കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. 1 മണിക്കൂർ വെച്ച് അറേഞ്ച് ചെയ്യണം. വൈബ്രേറ്റ് ഉടനെ വൈബ്രേഷൻ പിടിച്ചോർക്കണം. ടാങ്കിൽ വെള്ളമില്ല. രാത്രി 3:30 മണിക്ക് ചേട്ടൻ പോകുമ്പോൾ ഞാനിവിടെ റോഡിലില്ല ചേട്ടാ. 2:30 മണിയാകുമ്പോൾ ചേട്ടൻ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ റോഡിലുണ്ട്. രാത്രി കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് വേറെ ഏതെങ്കിലും ജനപ്രതിനിധി ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. ഞാനിവിടെ രാത്രി നിൽക്കുന്നു. ചേട്ടൻ മീൻ എടുക്കാൻ പോകുമ്പോൾ 2:30 മണിക്ക് കണ്ടേ. അപ്പോൾ ചേട്ടൻ 2:30 മണിക്ക് മീൻ എടുക്കാണ്ട് പോയപ്പോൾ എന്നെ കണ്ടതാണ്. പിറ്റേ ദിവസം അത് രാത്രി വൈകുന്നേരം തലേ ദിവസം 7 മണിക്ക് ഞാൻ വന്നിട്ട് പിറ്റേ ദിവസം 2:30 മണിയായി ചേട്ടൻ എന്നെ കണ്ടു. അതിന്റെ പിറ്റേ ദിവസം രാവിലെ 11 മണി വരെ കഴിഞ്ഞപ്പോഴാണ് ഈ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 സൈഡിലും കമ്പ് വെച്ച് കെട്ടി ആൾക്കാർ നടക്കാതിരിക്കാതിരിക്കാൻ വേണ്ടി അപ്പുറത്തും ഒരു സ്റ്റാഫിനെ ഇട്ടു, അതിന്റെ അപ്പുറത്തും ഒരു സ്റ്റാഫിനെ ഇട്ട് നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ലാസ്റ്റ് ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രതിത്വം ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഫേസ്ബുക്ക് ഇടുന്നതാണ്. ഞാൻ അതിന്റെ പ്രതിത്വം ഏറ്റെടുക്കില്ല. കാര്യം ഞാൻ വന്നതിന് മുമ്പ് ഇത് ഓർഡർ ആയതാണ്. ഞാൻ വന്നതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റും കാര്യം വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. കാര്യം അറിയാമോ, കോൺട്രാക്ടർ കൊണ്ട് നല്ല രീതിയിൽ ചെയ്യും. വെള്ളമില്ലായിരുന്നു. വെള്ളം അടിക്കാൻ വേണ്ടി ഈ പരിസര പ്രദേശത്തെ എല്ലാ വീടുകളും പാരാത്രി വിളിച്ചുണർത്തി അവരാണ് നിന്ന് ഓസിന്റെ വെള്ളം നടക്കുന്നത്. വെള്ളമില്ലായിരുന്നു. ഇതിന് മണ്ണ് 6 ഇഞ്ച് കട്ടിയില്ലായിരുന്നു, കരിയില തൂത്തില്ലായിരുന്നു. അങ്ങനെ ഇവർ തോന്നും പോലെ ഇലക്ഷന് തലേ ദിവസം ടാറിങ് അവസരം കൊടുത്തതുപോലെ ചെയ്തിട്ട് പോകാമെന്ന് വന്നു. അത് ഞാൻ സമ്മതിച്ചു. ആ ഒരു ഉത്തരവാദിത്തം ഞാൻ കാണിച്ചു. കാരണം ഞാൻ ജയിച്ചു വന്നതുകൊണ്ട് എൻ്റെ വാർഡിൽ ഒരു 6 മാസം കൂടുതൽ എൻ്റെ റോഡ് കിടക്കുമെങ്കിൽ അത് അത്രയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് ആ രാത്രി വെളുക്ക പിറ്റേ ദിവസം 11 മണി വരെ നിന്നതും അതിനുശേഷം 4 മണി ഉണങ്ങാൻ വേണ്ടി 4 മണി വരെ സ്റ്റാഫിനെ ഇട്ടതും ഒക്കെ ചെയ്തത്. മനസ്സിലായി. പക്ഷെ അതിനുശേഷം 4 മണിയായപ്പോൾ ഇത് നടക്കാനുള്ള പരിവായപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നടന്ന് ഉദ്ഘാടനം നടത്തി. ഞാൻ ചെയ്ത റോഡാണ് എൻ്റെ രീതിയിൽ. ഇത് MLA ഫണ്ട് അല്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കാനാണ് രേഖകളുമായി വന്നത്. കോർപ്പറേഷന്റെ ഓൺ ഫണ്ടായിട്ട് അനുവദിച്ച 80 ലക്ഷത്തി ഒന്നുകൂടെ ഞാൻ പറയാം 80,50,374 രൂപ GST ഇല്ലാതെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് പിരിച്ച വർക്കാണ്. അത് കോർപ്പറേഷൻ ഫണ്ടാണ്. അതിന്റെ പ്രതിത്വം വേറെ ആരും ഞാനും ഏറ്റെടുക്കുന്നില്ല. അദ്ദേഹം ബഹുമാനപ്പെട്ട MLA ഏറ്റെടുക്കാൻ പാടില്ല. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിന് ആദ്യത്തെ ഫണ്ട് അനുവദിക്കുമ്പോഴും 343 കോടി രൂപ അനുവദിക്കുമ്പോഴും അദ്ദേഹമല്ല MLA, ബഹുമാനപ്പെട്ട മുരളീധരനായിരുന്നു MLA. അത് നമ്മൾ വട്ടിയൂർക്കാവ് വികസന ആക്ഷൻ കൗൺസിൽ സമരം നടത്തിയിട്ടാണ് ആദ്യത്തെ ഫണ്ട് അനുവദിക്കുന്നത്. അത് കഴിഞ്ഞ് 350ാമത്തെ സമരമാകുമ്പോഴാണ് അദ്ദേഹം എത്തുന്നത്. അതിന്റെ ക്രെഡിറ്റ് ഇപ്പോൾ അദ്ദേഹമാണ് വികസനമായി എന്താണ് നടത്തിയെന്നറിയില്ല.
ഇന്ന് നടക്കുന്ന നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് തുടങ്ങി വച്ചതിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. ഇന്ന് 8 വർഷമായി. അദ്ദേഹം വന്നിട്ട് 7.5 വർഷമായി. ഫണ്ട് അനുവദിച്ച് 8 വർഷമായി. അതുകൊണ്ട് പുതുത്വം ആരും ഏറ്റെടുക്കുന്നത് ചെയ്തു തീർക്കും. നമ്മൾ വന്നതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്ത് ആർക്ക് വേണോ പുതുത്വം ജനങ്ങൾക്ക് സമയമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടത്. അല്ലാതെ PR വർക്ക് ചെയ്തിട്ടല്ല. ഞാനൊരു ക്യാമറ ഇടണമെന്നോ വീഡിയോ ഇടണമെന്നോ ഒന്നും വിചാരിച്ചിട്ടൊന്നല്ല ഇത് ചെയ്തത്. പക്ഷേ പല കാര്യങ്ങളിലും ഒരു അഴുക്ക രാഷ്ട്രീയം ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഫ്രണ്ടിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇതുപോലെ തന്നെ കോൺക്രീറ്റ് നമുക്ക് ഇടയ്ക്ക് അതിനിടയിൽ ഒരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു. ആ കോൺക്രീറ്റിൽ വേണമെങ്കിൽ വെള്ളം നനച്ച വീടുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അവരുടെ വേണമെങ്കിൽ അഭിപ്രായങ്ങൾ എടുക്കാം. രാത്രി ഇവിടുത്തെ പ്രാദേശികവാസികളെ ഒരു വെള്ളം പോലും കൊണ്ടുവരാതെ കോൺക്രീറ്റിന് വെള്ളം നനച്ചിട്ട് വേണം ചെയ്യേണ്ടത്. ഈ കോൺക്രീറ്റ് ആണെങ്കിൽ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അന്ന് ഞാൻ ഇവിടെ ചോദിച്ചു കരിയില തൂത്തുമാറ്റിട്ടുണ്ട്. വേസ്റ്റ് എല്ലാം ഒരുപാട് ഒരു വേസ്റ്റ് ലാസ്റ്റ് ഞാൻ ഹിറ്റാച്ചി അവരെ വണ്ടി പണി നിർത്തിവെക്കാൻ പറഞ്ഞ് ഹിറ്റാച്ചി വിളിച്ചോണ്ട് വന്നു. ഹിറ്റാച്ചിട്ട് മണ്ണ് കറക്റ്റ് ആറഞ്ചായിട്ട് കട്ട് ചെയ്ത് വേസ്റ്റാണ് ഇതിൽ കിടന്നത്. ഈ റോഡിൽ കിടന്ന് ഇത്രയും വേസ്റ്റ് പുറത്തുകൂടെയാണ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ ഈ വണ്ടി വിളിച്ച് വരുത്തി എടുപ്പിച്ചതാണ്. അപ്പോൾ രാത്രി വെള്ളമില്ല. കോൺക്രീറ്റ് ചെയ്യുന്ന അത് തറയിൽ വെള്ളം നനയ്ക്കാൻ വെള്ളമില്ല. രാത്രി പാരാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഇവിടെ ഉള്ള ചേട്ടൻ ഉൾപ്പെടെയുള്ള ഈ രണ്ട് വീട് അപ്പുറത്തെ വീട്ടിലുള്ള ഞങ്ങളാണ് കംപ്ലീറ്റ് വെള്ളം നനച്ചു കൊടുത്തത്. വെള്ളം നനച്ച് എന്നിട്ട് ഈ പോസ്റ്റുകളുടെ ഇടയിൽ മുഴുവനും മണ്ണാണ്. ആ മണ്ണ് അതുപോലെ ഇട്ടുകൊണ്ടാണ് അവർ കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നെ രണ്ടാമത് കൗൺസിലിന്റെ സുഖൻ ഇറ്റാച്ചി വിളിച്ചുകൊണ്ട് പോകാം. ഒരു ലോഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു തിരിച്ചു കൊണ്ടുപോകാം. അത് നടത്തുമ്പോൾ കൊണ്ടുപോയി. എന്നിട്ട് നമ്മൾ നിന്നാണ് ഈ റോഡ് കാണിച്ചത്. രാത്രി ചെയ്യുന്ന ഈ വർക്കുകൾ ഇല്ലീഗലായിട്ട് നമ്മൾ ഈ കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ ശീലമാക്കിയതാണ്. മനസ്സിലായി? അവരുടെ അതായത് ജനപ്രതിനിധികളുടെ അവരുടെ ആവശ്യത്തിന് പ്രകാരമാണ് ഈ രാത്രി ഈ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് കൂടെ വണ്ടി കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ പകൽ എന്തുകൊണ്ട് ചെയ്തില്ല? പകൽ ചെയ്യിപ്പിക്കാതെ രാത്രി ചെയ്യിപ്പിച്ചത് ഈ ജനപ്രതിനിധികളാണ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടല്ല ഇന്നത്തെ അവസ്ഥ ഉണ്ട്. ഇത് എന്നിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വെള്ളം നനയ്ക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊഫഷൻ എടുക്കുന്നത്. വെള്ളം നനച്ചില്ല. പിറ്റേ ദിവസം വെള്ളം നനയ്ക്കുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് ഒരു ദിവസം മാത്രമാണ് ടാങ്കറിൽ വെള്ളം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അടിച്ചിട്ട് പോയത്. അത് 7-8 ദിവസം അതിവിടെ ഒരു കംപ്ലൈൻറ്റ് ഞാൻ വിളിച്ച് നാട്ടുകാർക്ക് മാത്രം നനച്ചുകൊണ്ടിരിക്കുന്ന അവനെ വിളിച്ച് കോൺട്രാക്ടറെ വിളിച്ച് സംസാരിച്ച ശേഷമാണ് അദ്ദേഹം ഒരു ടാങ്കർ വെള്ളം അടിച്ചത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ നമ്മളായിട്ടുള്ള ജനപ്രതിനിധികൾ തന്നെ ഈ ഉള്ള കോൺട്രാക്ടർമാരെ നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാക്കരുത്.